അങ്ങനെ 2025 കഴിഞ്ഞു പോകാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ ഇനി നമ്മൾ ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കും. ഇന്നത് ചെയ്യണം, ജനുവരി തൊട്ട് നമ്മൾ അടിപൊളിയാകും എന്നൊക്കെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുക, നമ്മൾ ആഗ്രഹങ്ങളല്ല, അതേപോലെ പ്രതീക്ഷകളല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് പ്ലാനുകളാണ്. ഇന്നത് ഞാൻ ചെയ്ത് അതിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇന്ന് മുതലെങ്കിലും തുടങ്ങുക. ക്രിസ്മസ് ദിനത്തിലെങ്കിലും തുടങ്ങുക. കാരണം കുറച്ചൊക്കെ ആഘോഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത വർഷം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന രീതിയിലൊക്കെ പോകണം എന്നുള്ള ആ പ്ലാൻ ചെയ്യുക. അല്ലാണ്ട് പ്രതീക്ഷകളോ ആഗ്രഹങ്ങളോ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? കഴിഞ്ഞത് പോയത് കഴിഞ്ഞു. അതായത് 2025 അല്ലെങ്കിൽ 24 ഒക്കെ സംഭവിച്ചത് ഒക്കെ പോട്ടെ. ജീവിതത്തിൽ ഇന്നലെ വരെ സംഭവിച്ചും പോട്ടെ, അല്ലെങ്കിൽ മണിക്കൂറുകൾ മുമ്പ് വരെ സംഭവിച്ചും പോട്ടെ. ഇനിയുള്ളത് ശ്രദ്ധിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതാണ് ഈ 2026 നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് സന്തോഷത്തോടു കൂടി എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും നല്ലൊരു ന്യൂ ഇയറും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ.